സുരേഷ് ഗോപിക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. അദ്ദേഹം മത്സരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ ക്യാബിനറ്റ് മന്ത്രിയാകും, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകും എന്നാണ്. ക്യാബിനറ്റ് മന്ത്രിയായി തൃശ്ശൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. തൃശ്ശൂരിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. കേരളത്തിൻ്റെ വികസനത്തിന് ഒരു പദ്ധതി, ഒരു റോഡ് മാപ്പ് തന്നെ തയ്യാറാക്കും. കേരളത്തിൻ്റെ മാത്രമല്ല, തമിഴ്നാടിൻ്റെ കൂടി മന്ത്രിയായിരിക്കും ഞാൻ, തമിഴ്നാടിൻ്റെ കൂടി MP ആയിരിക്കും ഞാൻ എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു സൗത്ത് ഇന്ത്യയുടെ തന്നെ മൊത്തം ചുമതല എനിക്കായിരിക്കും എന്നാണ്. അതിനിടയിൽ അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞു, എനിക്ക് MP സ്ഥാനം മതി, എനിക്ക് മന്ത്രിപ്പണി വേണ്ട. 10 മന്ത്രിമാർ, ആ 10 മന്ത്രിമാർ 10 വകുപ്പുകൾ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയുന്ന 10 വകുപ്പുകൾ എനിക്ക് കിട്ടണം. ഞാൻ മന്ത്രിയാകില്ല, പക്ഷേ ആ മന്ത്രിമാർ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. ഇതായിരുന്നു നേരത്തെ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തു പറ്റി അദ്ദേഹത്തിന് എന്ന ചോദ്യമാണ് ഉയർന്നത്. എല്ലാവരും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയാകാനില്ല, ഞാൻ മന്ത്രിയാകാനില്ല, എനിക്ക് സിനിമയാണ് പാഷൻ എന്ന് പറഞ്ഞ് മന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞ് ദില്ലിയിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നീടാണ് മോദി വിളിക്കുന്നത്. മോദി വിളിക്കുമ്പോൾ ഞാൻ ഇതാ തിരിച്ചു പോവുകയാണ്, മന്ത്രിയാകാൻ പോവുകയാണ്. മോദിജി വിളിച്ചു, പോകാതിരിക്കാൻ കഴിയില്ല, മോദിജി തീരുമാനിക്കട്ടെ, തീരുമാനമെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചുപോയി ദില്ലിയിലേക്ക്. മന്ത്രിയാവാൻ വേണ്ടി തീരുമാനിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള പേര് വിവരങ്ങൾ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു സഹമന്ത്രി മാത്രമാകും എന്ന്. നേരത്തെ ദില്ലിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച വിവരം സഹമന്ത്രിയാകും എന്നായിരുന്നു. അങ്ങനെയാണ് മന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നത്. തിരിച്ചു വന്ന് വീട്ടിലിരിക്കുമ്പോഴാണ് മോദിജി വിളിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ക്യാബിനറ്റ് റാങ്ക് കിട്ടും, അതല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദവിയെങ്കിലും കിട്ടും എന്നും. അങ്ങനെയാണ് വണ്ടി വിട്ടതുപോലെ അദ്ദേഹം വീണ്ടും ദില്ലിയിലേക്ക് പോയത്. ദില്ലി പോയപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം വെറുമൊരു സഹമന്ത്രിയാണ് എന്ന്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമായി, മാധ്യമങ്ങൾ ചോദ്യമായി. അങ്ങനെ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും സുരേഷ് ഗോപിയെ കിട്ടിയപ്പോൾ സുരേഷ് ഗോപിയോട് ചോദിച്ചു ഇക്കാര്യം. അപ്പോൾ പറഞ്ഞു എനിക്ക് മന്ത്രിപ്പണി വേണ്ട, എന്നെ അടുത്തു തന്നെ റിലീവ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, എന്ന് വെച്ചാൽ എന്നെ ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വാർത്ത വന്നു രാജിവെക്കാൻ പോവുകയാണ് എന്ന്. സഹമന്ത്രി സ്ഥാനം ലഭിച്ചതിൽ അതൃപ്തി സുരേഷ് ഗോപിക്ക് രാജിവെക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തെ കാണാൻ പോകുമല്ലോ. അങ്ങനെ സുരേഷ് ഗോപിയെ കാണാൻ പോയി. അങ്ങനെ സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിച്ചു ഒരു മാധ്യമപ്രവർത്തകൻ. മീഡിയ വണിൻ്റെ മാധ്യമപ്രവർത്തകനാണ് ചോദിക്കുന്നത്, ഒരു സഹമന്ത്രി സ്ഥാനമല്ലേ കിട്ടിയുള്ളൂ, 10 വകുപ്പുകൾ ചൊൽപ്പടിക്ക് കിട്ടണമെന്നൊക്കെയല്ലേ അന്ന് പറഞ്ഞത്, ക്യാബിനറ്റ് റാങ്കല്ലേ പറഞ്ഞത് എന്നാണ്. അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്, അത് നമുക്ക് കേൾക്കാം. ജോർജ് കുര്യനോട് വന്നതോടുകൂടി ഇരട്ടി സന്തോഷമായോ? അല്ല, കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ, വലിയ എളുപ്പമല്ലേ. കൂടുതൽ പരിഗണന കേരളത്തിന് നരേന്ദ്രമോദി നൽകുന്നു. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല. ന്യായമായത് കിട്ടണം. 8 വകുപ്പിൽ എങ്ങനെ ഇടപെടാൻ കഴിയുന്നത് വേണമെന്ന് പറഞ്ഞു അറിയത്തില്ല. അല്ല, അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അല്ല, അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത്? മീഡിയ വൺ വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. വാട്ട് ഇസ് റോങ്? എന്തോന്ന് പോലും? ഏത് പോലും ഞാൻ ചോദിച്ചത്? നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് പിന്നെ 8 വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണമെന്ന് താങ്കൾ പറഞ്ഞു. അതല്ല, പിന്നെന്താ? സഹമന്ത്രി സ്ഥാനം. സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് എന്നാണ് പറഞ്ഞത്. 8 വകുപ്പിൽ ഇടപെടാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, MP-ക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ? MP-ക്ക് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ, ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയാണ് ഏറ്റവും വലിയ തമാശ. അദ്ദേഹം നൽകുന്ന മറുപടി, ചോദ്യത്തിന് നൽകുന്ന മറുപടിയുണ്ട്, ആദ്യത്തെ ചോദ്യത്തിന് നൽകുന്ന മറുപടിയുണ്ട്. അതുപോലും വേണ്ടെന്നാ പറഞ്ഞത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, അതുപോലും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ക്യാബിനറ്റ് പദവി പോലും വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് എന്ന്. അങ്ങനെ അത്തരമൊരു മന്ത്രിപ്പണിയേ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന്. അത് കഴിഞ്ഞ് അല്പസമയം നിന്ന ശേഷം അദ്ദേഹം നിങ്ങൾ നോക്കുകയാണ്, ആരാ പറഞ്ഞത്? പോലും നിങ്ങൾ ചോദിച്ചപ്പോൾ പോലും. എന്നിട്ട് പറയാണ് നിങ്ങൾ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്തവരാണ് എന്ന്. ആരോട്? മീഡിയ വണ്ണിൻ്റെ ലേഖകനോട്. മീഡിയ വൺ എപ്പോഴാണ് ഭരണഘടനയെ ചോദ്യം ചെയ്തത്? അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് പിന്നീട്. പോലും എന്ന വാക്ക് ചോദ്യത്തിൽ ഈ ലേഖകൻ ചോദിക്കുന്നില്ല, പക്ഷെ മറുപടിയിൽ അദ്ദേഹമാണ് പോലും എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നീട് പോലും എന്ന വാക്ക് അതേപോലെ ഈ മാധ്യമപ്രവർത്തകന്റെ തലയിൽ കെട്ടിവെച്ച് വിമർശിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്തുപറ്റി സുരേഷ് ഗോപിക്ക് എന്ന് ചോദിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ആ ഭാഗം നമുക്ക് ഒന്നുകൂടി കാണാം. സഹമന്ത്രി സ്ഥാനം മാത്രമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ്? അല്ല, അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്താ പോലും?
എന്താ പോലും എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? മീഡിയ വൺ. മീഡിയ വൺ. വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. വാട്ട് ഇസ് റോങ്? എന്തോന്ന് പോലും? ഏത് പോലും ഞാൻ ചോദിച്ചത്? നിങ്ങൾ എന്താ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് പിന്നെ 8 വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണമെന്ന് താങ്കൾ പറഞ്ഞു. അതല്ല, പിന്നെന്താ? സഹമന്ത്രി സ്ഥാനം. സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് എന്നാണ് പറഞ്ഞത്. അതിനെന്താ 8 വകുപ്പിൽ ഇടപെടാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, എം പിക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ? എം പിക്ക് നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ, ജനങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ആകെ ഒരു വെപ്രാളമാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തൊക്കെയോ ആണ്. ക്യാബിനറ്റ് റാങ്ക്, 10 വകുപ്പുകൾ, കേരളത്തിൽ ആദ്യമായി താമര വിരിയിക്കുന്ന ആളാണ്, അതുകൊണ്ട് ദില്ലിയിൽ പോയാൽ വൻ സ്വീകരണം, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒന്നും ലഭിച്ചില്ല. ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമേ ലഭിച്ചുള്ളൂ. അതുകൊണ്ട് ആകെ നിരാശരാണ് സുരേഷ് ഗോപി. ഇനി ഒന്നും ചെയ്യാൻ രക്ഷയില്ല. അവസാനം രാജിവെക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിലെ നേതാക്കൾ മുഴുവൻ ദില്ലിയിലേക്ക് പോയി ഇദ്ദേഹത്തെ കണ്ട് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് രാജിവെക്കും എന്നൊക്കെ പറഞ്ഞാൽ വലിയ തിരിച്ചടിയല്ലേ മോദിക്ക് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, അതൊന്നും നിങ്ങൾ പറഞ്ഞ വെറും വാർത്തകൾ മാത്രമാണ്, ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ റിലീവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന്. പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. ആകെ ഒരു വെപ്രാളം. പറഞ്ഞത് ഓരോ ദിവസവും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അധികകാലമൊന്നും ഇത് മുന്നോട്ട് പോകില്ല എന്ന കാര്യം സംശയമേ ഇല്ല. അദ്ദേഹം നേരത്തെ തന്നെ അത് വിട്ടുവരും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടുന്ന് വിട്ടു വരേണ്ടി വരും, അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വരും എന്ന കാര്യം സംശയമേ ഇല്ല. അത്തരം കളികൾ തന്നെയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം സിനിമ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. കഥാപാത്രം, നേരത്തെ അദ്ദേഹം ഈ പോലീസ് വേഷം കെട്ടി നിന്ന കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ ഇതുവരെയും അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ലാത്ത പോലെയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, BJPക്ക് വലിയ തലവേദനയായി സുരേഷ് ഗോപി മാറാനാണ് സാധ്യത.